തിരുവനന്തപുരം പേരോക്കട വഴയിലെ ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. വഴയിൽ നിന്ന് വീണ്ടും നെടുമങ്ങാട് റൂട്ടിലേക്ക് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ ആറാങ്കല്ലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ വലത്തോട്ട് മുതി ശാസ്താംകോട് ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് വലത്തോട്ടൊരു വഴി കാണാൻ സാധിക്കും. ആ റോഡിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കിള്ളിയാറിനെ ക്രോസ് ചെയ്തൊരു പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്ത് വലത്തോട്ട് കാണുന്ന വഴി നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു 200 മീറ്റർ അത്രയും ഡിസ്റ്റൻസിൽ നമുക്കിതാ ഈ കാണുന്ന 10 സെൻറ്റിന് മേളിലേക്ക് വരുന്ന പ്രോപ്പർട്ടിയിൽ 3400 സ്ക്വയർ ഫീറ്റിലെ 5 ബെഡ്റൂം വലിയൊരു വീട് കാണാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിള്ളിയാറിൻ്റെ തീരത്താണ്. പ്രോപ്പർട്ടി നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആറിൽ നിന്ന് നല്ല ഇവിടെ നിന്ന് ആറിലേക്ക് നല്ല വിസിബിലിറ്റിയാണ്. തൊട്ടടുത്ത് ഇങ്ങനെ പാറപ്പുറത്തൂടെ വെള്ളം ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ഒരു ഡ്രോൺ വിഷയിലൂടെ ആഡ് ചെയ്തേക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി എത്രത്തോളാണെന്ന് മനസ്സിലാവും. നമുക്ക് ഈ മുൻവശത്തുള്ള ഗേറ്റ് എല്ലാം റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം തന്നെ ഗാർഡനിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായാലും നമുക്ക് ഒത്തിരിയധികം ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 4-5 വണ്ടികൾ സുഖമായിട്ട് ബാക്ക് ടു ബാക്ക് ഒരു 4 വണ്ടി ഇവിടെ തന്നെ നിൽക്കും. ഈ സൈഡിലേക്ക് 2-3 വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. അത്രയ്ക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ചുറ്റുവട്ടമാണ് നമ്മുടെ വീടിന് ചുറ്റുമുള്ളത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ വരുന്ന സ്പേസ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വീട് പേരോക്കടയ്ക്കൊക്കെ തൊട്ടടുത്തൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം. അതായത് വേസ്റ്റ് ഇട്ട് കത്തിക്കാനുള്ള സ്ഥലം, ഇതുപോലെ തുണി നനയ്ക്കാനുള്ള സൗകര്യം, ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഗാർഡനിങ് വർക്കൊക്കെ ചെയ്യാനുള്ള സ്പേസ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ പിൻവശം വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആറൊക്കെ നമുക്ക് ഇങ്ങനെ അടുത്തായിട്ട് തന്നെ കാണാൻ സാധിക്കും. ചുറ്റുവട്ടം ഒത്തിരി നല്ല വീടുകളുള്ള ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഇനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്ക് മുൻവശത്തേക്ക് വേറൊരു ഗേറ്റ് ഈ സൈഡിലെ വഴിയിൽ നിന്ന് ഒരു ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുവഴി ഇങ്ങോട്ടേക്ക് കയറാൻ സാധിക്കും. മുൻവശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ടോ അല്ലെങ്കിൽ ബെഡ്റൂമായിട്ടോ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ അതിന് പുറത്തുനിന്ന് ഒരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇതുപോലെ 2 പാളികളിലെ ഡോറ് തുറന്ന് വീട്ടിനകത്തേക്ക് കയറാം. പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഗ്രാൻഡാണ് കേട്ടോ, ഭയങ്കര വലിയ ലിവിങ് സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ബെഡ്റൂമാണ്. ബെഡ്റൂമോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന റൂമാണ്. ആ ഒരു റൂം പോകെ ബാക്കിയുള്ള എല്ലാ റൂമുകളിലും നമുക്ക് കബോർഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളിൽ ബാക്കിയുള്ള എല്ലാ ബെഡ്റൂമുകളിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കിച്ചൺ ഫുള്ളായിട്ട് ഇതുപോലെ മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓടിച്ച് പോവുകയാണ് കേട്ടോ. വലിയ വീടായതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ ഓടിയിടുന്ന് പറയണം. പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയ കാണാൻ സാധിക്കും. ഈ ഭാഗത്തായിട്ട് വർക്ക് ഏരിയ വരും. ഇവിടെ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ വെക്കാൻ സാധിക്കും. ഇതിൽ ചിമ്മിനിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫേവറിൻ്റെ ചിമ്മിനിയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. എല്ലാ റൂമുകളിലും നമുക്കിതുപോലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അപ്പം നമുക്ക് താഴത്തെ നിലയിൽ ഓഫീസ് സ്പേസ് ഉൾപ്പെടെ, അതായത് ഓഫീസ് റൂം ഉൾപ്പെടെ, അപ്പം അതിനെ ഒരു ബെഡ്റൂമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ താഴെ തന്നെ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. എല്ലാ റൂമുകളിലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കബോർഡ് വർക്കും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സൊമാനി പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇതുപോലെ വലിയൊരു കോമൺ സ്പേസ്. ഈ സ്റ്റെയർ നോക്കിയാൽ വീണ്ടും നമുക്ക് മേളിലേക്ക് കയറി പോവേ. അതായത് മേളിലത്തെ നിലയിൽ നമുക്കൊരു ടവർ റൂം വരെയും കെട്ടി നിർത്തിയിരിക്കുവാണ്. ഈ കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരും. താഴത്തെ നിലയേക്കാളും കുറേ കൂടെ വലിയ ബെഡ്റൂം എന്ന് തന്നെ പറയാവുന്നതാണ്. 2 റൂമുകളിലും ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അതുപോലെ നമുക്ക് പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ബെഡ്റൂമും കൂട്ടി നമുക്ക് ടോട്ടലായിട്ട് 5 ബെഡ്റൂംസ് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് വരുന്ന പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസാണ്. ഈ ഓപ്പൺ ടെറസിൽ നിന്ന് നമുക്ക് കിള്ളിയാറിലേക്ക് ഈ രീതിയിൽ അടിപൊളിയൊരു വിസിബിലിറ്റി കിട്ടും. പാറപ്പുറത്തൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലും അടിപൊളി കാഴ്ചയാണ് നമുക്ക് മുൻവശത്തെ ബാൽക്കണിയിൽ നിന്ന്. ഞാൻ അവിടെ നിന്നുള്ളൊരു വിഷ്വലും കൂടെ കാണിച്ചു തരാം. ഇതൊരു ബാൽക്കണി സ്പേസ് എന്നുള്ളതിനേക്കാളും നമുക്കൊരു പാർട്ടി ഏരിയ തന്നെ ആണെങ്കിൽ പറയാം കേട്ടോ. ഈ രീതിയിൽ അതിൻ്റെ മുൻവശം നമുക്കിതുപോലെ ഒത്തിരിയധികം വീടുകളുള്ള നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഇതിൻ്റെ സൈഡിലേക്ക് വീണ്ടും ഇതുപോലെ റൂഫ് ചെയ്ത് ഒരു ഓപ്പൺ ടെറസ് കണക്കാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂവും നമുക്ക് ഈ ആറിൻ്റെ ആ ഒരു ദൃശ്യം കിട്ടുന്ന രീതിയിൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നമ്മുടെ പേരോക്കടയിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് ഡ്രൈവിങ്, അത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷൻ. 10 സെൻറ്റിന് മേളിൽ സ്ഥലമുണ്ട്. വീടിന് ചുറ്റുവട്ടമൊക്കെ ആവശ്യം പോലെ ലാവിഷായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വീടാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,80,00,000 രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് എൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.